2020 ലോകകപ്പിൽ ഫെബ്രുവരി 15-ന് നടക്കേണ്ട ഇന്ത്യക്കെതിരായ പോരാട്ടം പാകിസ്ഥാൻ പുരുഷ ടീം ബഹിഷ്കരിച്ചെങ്കിലും 15-ന് മറ്റൊരു ഇന്ത്യ പോരാട്ടത്തിന് ബാങ്കോക്ക് വേദിയാകും. 15-ന് ബാങ്കോക്കിൽ നടക്കുന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ വനിതാ എ ടീം ഇന്ത്യ എ ടീമിനെ നേരിടുക. ഇതിൽ നിന്ന് പിന്മാറാൻ വനിതാ ടീമിനെ പാക് ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നതാണ് കൗതുകകരം. 8 ടീമുകളാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും വനിതാ എ ടീമുകളാണ് പങ്കെടുക്കുന്നത്. UAE, മലേഷ്യ, നേപ്പാൾ, തായ്ലൻഡ് വനിതാ ടീമുകളാണ് ടൂർണമെന്റിലെ മറ്റു ടീമുകൾ. പാകിസ്ഥാൻ, UAE, നേപ്പാൾ ടീമുകളാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ളത്. ഫെബ്രുവരി 13-ന് തുടങ്ങുന്ന ടൂർണമെന്റിൽ നേപ്പാൾ വനിതകൾക്കെതിരെയാണ് പാകിസ്ഥാന്റെ ആദ്യ മത്സരം. ഇന്ത്യ ആദ്യ മത്സരത്തിൽ UAE-യാണ് 13-ന് നേരിടുക. കഴിഞ്ഞ ദിവസം 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ദിവസം തന്നെ അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നു. മത്സരത്തിൽ ഇന്ത്യയോട് 58 റൺസിന് തോറ്റ് പാകിസ്ഥാൻ സെമിയിലെത്താതെ പുറത്താകുകയും ജയത്തോടെ ഇന്ത്യ സെമിയിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. എന്നാൽ 2020 ലോകകപ്പിൽ സൽമാൻ അലി ആകെ നയിക്കുന്ന സീനിയർ പുരുഷ ടീമിനെ മാത്രമാണ് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് വിരോധാഭാസം. ലോകകപ്പ് പോലൊരു ടൂർണമെന്റിൽ തിരഞ്ഞെടുത്ത മത്സരങ്ങളിൽ മാത്രം കളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും തീരുമാനം മാറ്റാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യക്കെതിരായ ബഹിഷ്കരണവുമായി മുന്നോട്ടു പോയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCയുടെ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത്.